പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ദൈവമാണ്. വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന വചനമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉളവായില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിന്റെ അർത്ഥം വചനം വെളിച്ചമായി നമ്മുടെ അകത്ത് പ്രവേശിക്കും. ആ വെളിച്ചം നമ്മുടെ അകത്തുള്ള ഇരുട്ട് മുഴുവൻ പുറത്തേക്ക് പോകും. വചനം വരുമ്പോൾ മാത്രമേ നമ്മൾ പ്രകാശിതരാകുകയുള്ളൂ. പൗലോസ് എന്ന മനുഷ്യൻ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു, ഭയങ്കര എരിവുകാരനായിരുന്നു. ന്യായപ്രമാണം ഗമാലിൽ എന്ന വേദപണ്ഡിതന്റെ പാദത്തിൽ ഇരുന്ന് അതിന്റെ വള്ളിപുള്ളി തെറ്റാതെ പഠിച്ച് ജ്ഞാനം പ്രാപിച്ച് അറിവ് പ്രാപിച്ച് കടന്നു വന്ന ശൗൽ എന്ന പൗലോസ്, അവൻ യേശുക്രിസ്തു എന്ന ദൈവത്തെക്കുറിച്ച് പുതിയൊരു വചനം, പുതിയൊരു നാമം, ഇതുവരെയും ഞങ്ങൾ കേൾക്കാത്ത നാമം, ആ നാമം പറയുന്നിടത്ത് വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ, മുടന്തൻ നടക്കുന്നു, അന്ധൻ കാണുന്നു, ചെടൻ കേൾക്കുന്നു, ഇതാ കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഈ നാമം പ്രസംഗിച്ച് നടന്ന യേശുവിന്റെ കൂടെയുള്ള അപ്പസ്തോലന്മാരെ കൊന്നുകളയുവാനും തടവറയിലാക്കാനൊക്കെ ഇടവന്ന് കടന്നു പോകുമ്പോഴാണ് സ്തെഫാനോസ് എന്ന സുവിശേഷകനെ കൊല്ലുവാൻ വേണ്ടി കൂട്ടുനിന്നവൻ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യന്റെ അടുക്കലേക്ക് അവൻ ദമാസ്കസിലേക്കുള്ള യാത്ര മധ്യേ അധികാരപത്രവുമായി കടന്നു പോകുമ്പോൾ അപ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി, വലിയൊരു പ്രകാശം മിന്നലൊളി പോലെ അവന്റെ മേലേക്ക് വന്നു. ശൗലേ, ശൗലേ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ശൗൽ ചോദിച്ചു, അങ്ങ് ആരാണ് കർത്താവേ? യേശു പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസറാനായ യേശുവാ ഞാൻ. വലിയൊരു വെളിച്ചം അവന്റെ മേലേക്ക് പകർന്നു. അതിന്റെ അകത്തുനിന്ന് വലിയൊരു ശബ്ദം പുറത്തേക്ക് വന്നു. ആ ശബ്ദം പലരും കേട്ടു. ആ വെളിച്ചത്തിൽ നിന്ന് ശൗൽ എന്ന മനുഷ്യന്റെ കണ്ണ് അന്ധമായി പോയി. വചനം ആത്മാവായി വെളിച്ചമായി അവന്റെ കണ്ണിന്റെ അന്ധത, അവന് കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെയാ ദൈവവചനത്താൽ ദൈവം അവന് പ്രകാശം കൊടുക്കാൻ ഇടവരുന്നത്. ദൈവം വചനം അവന്റെ മേലേക്ക് പതിച്ചപ്പോൾ, യേശു അവന്റെ മേലേക്ക് കടന്നു വന്നപ്പോ, ദൈവപ്രകാശം കൊണ്ട് അവൻ നിറഞ്ഞപ്പോൾ, അവൻ ഈ ലോകത്തിൻ്റെതായ എല്ലാ കാഴ്ചകളെയും ദൈവം മറച്ചു. എന്നിട്ട് അനനിയാസ് എന്ന ദൈവദാസനെ വിളിച്ചു വരുത്തി. ആ ദൈവദാസന്റെ കൈവപ്പിലൂടെ അവന്റെ അന്ധത മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി, വചനം ശൗലിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ ശൗൽ കാഴ്ച പ്രാപിച്ചു, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. വചനം അവന്റെ അകത്ത് ക്രിയ ചെയ്തു. ഈ വചനമാണ് അവന് വെളിച്ചം കൊടുത്തത്. ഈ വചനമാണ് നമുക്ക് വെളിച്ചം തരുന്നത്. അന്ധതയിൽ കഴിയുന്ന, പാപത്തിൽ കഴിയുന്ന, ലോകത്തിൽ കഴിയുന്ന, രോഗത്തിൽ കഴിയുന്ന നമ്മുടെ നടുവിലേക്ക് ഈ വചനം ആത്മാവായി, ജീവനായി, വലിയ വെളിച്ചമായി നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ ആ സമയം മുതൽ നമ്മൾ പുതിയ മനുഷ്യനായി ദൈവം മാറ്റും. എന്നെ ഇന്ന് ഇങ്ങനെ ദൈവം മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചക വാക്യങ്ങൾ അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്.
നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ. കണ്ടോ, ഇത് കരുതിക്കൊള്ളേണ്ട ദൈവവചനമാണ് നമുക്ക് വേർതിരിച്ചു തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. 2 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മുടെ മേലേക്ക് ദൈവം ഇതുപോലെയുള്ള ദൈവപ്രവൃത്തികൾ അയക്കും. ദൈവത്തിന്റെ വലിയ വെളിച്ചവും ദൈവത്തിന്റെ വലിയ പ്രകാശവും നമ്മുടെ മേലേക്ക് അയക്കും. അന്ധകാരത്തിൽ നിന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും ജീവിച്ചവർക്കൊരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി, ഇതാ രക്ഷിതാവായ ക്രിസ്തു ഇതാ കടന്നു വന്നിരിക്കുന്നുവെന്ന്. ഈ വെളിച്ചം ഇന്ന് നിനക്ക് വേണ്ടേ? ഈ വെളിച്ചത്തിൽ നീ ജീവിക്കേണ്ടേ? ഈ വെളിച്ചം നീ അനുഭവിക്കേണ്ടേ? ഈ വെളിച്ചമായിരിക്കുന്ന, നമ്മുടെ അന്ധത മാറ്റുന്ന, പ്രകാശം തരുന്ന, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിന്റെ നാമം ഒന്ന് ഏറ്റുപറയാമോ? ഇത് സർവസൃഷ്ടികളോടും പറയേണ്ട വചനമാണ്. എല്ലാവരും ഇത് കേൾക്കേണ്ട വചനമാണ്. ഈ വചനത്താലാണ് നമ്മൾക്ക് ജീവനുള്ളൂ, ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഈ വചനമാണ് നമ്മെ നിലനിർത്തുകയുള്ളൂ. ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മളെ ദൈവം പൊതിയട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.